1945 സോവിയറ്റ് അധിനിവേശത്തിനിടെ വിശ്വാസത്തിൻ്റെ പേരിൽ രക്തസാക്ഷികളായ സെയിന്റ് കാതറിൻ കോൺഗ്രിഗേഷനിൽപ്പെട്ട 15 സന്യാസിനിമാരെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി വത്തിക്കാൻ. വടക്കൻ പോളണ്ടിലെ ബ്രാനിയോയിൽ നടന്ന ദിവ്യബലിയിൽ വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർസെല്ലോ സെമരാരോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1945 ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിലായിരുന്നു ഈ ജർമ്മൻ വംശജരായ സന്യാസിനിമാർ റെഡ് ആർമിയുടെ അതിക്രൂരമായ പീഡനങ്ങളേറ്റ് രക്തസാക്ഷികളായത്. മരിയ ക്രിസ്റ്റഫോറ, മരിയ ലിബേറിയ, മരിയ ലിയോനിസ്, മരിയ മൊറീറ്റിയ, മരിയ ടിബൂർട്ടിയ, മരിയ സെക്കുൻഡിന, മരിയ അഡൽഗാർഡ്, മരിയ അനിസറ്റ, മരിയ ഗബാർഡ, മരിയ സാഭിനെല്ല, മരിയ ഭോന, മരിയ ഗൺഹിൽഡ്, മരിയ റോളണ്ട, മരിയ ചാരിറ്റീന, മരിയ സവേറിയ എന്നിവരാണ് ആ 15 സന്യാസിനിമാർ. വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ വെബ്സൈറ്റ് പ്രകാരം സോവിയറ്റുകൾ ഈ സന്യാസിനിമാരെ ആക്രമിച്ചത് അവരൊരു സന്യാസിനി ആയതുകൊണ്ട് മാത്രമായിരുന്നു. കാരണം ക്രിസ്തുവിനായി സ്വയം സമർപ്പിച്ച അവരുടെ പവിത്രതയ്ക്കെതിരായ അക്രമികളുടെ രോഷമായിരുന്നു ആ ക്രൂരതയ്ക്ക് പിന്നിൽ. പട്ടാളക്കാർ അവരുടെ വിശുദ്ധ വസ്ത്രവും ജപമാലയും പ്രാർത്ഥനാ പുസ്തകവുമെല്ലാം കഷ്ണം കഷ്ണമായി നശിപ്പിച്ചതും അതിന് തെളിവാണ്. ഈ 15 സന്യാസിനിമാരിൽ ഭൂരിഭാഗം സന്യാസിനിമാരും അതിക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ട ശേഷമാണ് കൊല്ലപ്പെടുന്നത്. ആക്രമണം പൊട്ടിപ്പുറപ്പെട്ട വേളയിൽ രക്ഷപ്പെടാവുന്ന സാഹചര്യമുണ്ടായിരുന്നപ്പോഴും അവർ ശുശ്രൂഷ ചെയ്തിരുന്ന രോഗികൾക്കും കുട്ടികൾക്കും വേണ്ടി അവിടെ സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിക്കാതെ നിലകൊള്ളുകയായിരുന്നു. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിച്ച് രക്തസാക്ഷികളായ ഈ വാഴ്ത്തപ്പെട്ട സന്യാസിനിമാർ ദൈവത്തിൻ്റെയും നന്മയുടെയും മൂല്യങ്ങളിൽ അറിയപ്പെടുമ്പോൾ ഇവരുടെ ഘാതകരെ കൊലപാതകികൾ എന്ന പേരിൽ മാത്രമേ ലോകം ഓർമ്മിക്കുകയുള്ളൂവെന്നും കർദിനാൾ മാർസെല്ലോ ദിവ്യബലി മധ്യേയുള്ള പ്രസംഗത്തിൽ വ്യക്തമാക്കി.